കലോത്സവത്തിന്റെ മുഖ്യവേദിക്കരികെ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി എക്സൈസ് വകുപ്പ്. മത്സരാർത്ഥികൾക്കും മറ്റുള്ളവർക്കും തണ്ണീർ പന്തലൊരുക്കി ആശ്വാസമാവുകയാണ് എക്സൈസ് ജീവനക്കാർ. വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഉച്ചയ്ക്ക് ഇവിടെ എത്തുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുന്ന മുഴുവൻ പേർക്കും ഇവിടെ സൗജന്യമായിട്ട് നല്ല തണ്ണിമത്തനാണ്. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, ചൂട് കുറയ്ക്കാനും നല്ലതാണ്. ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എല്ലാ കലാമേളകളിലും നിങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട്. തിരുവനന്തപുരത്ത് അത് കുറച്ചിട്ടില്ല, ഗംഭീരമായിട്ടുണ്ട്. ഈ സ്കൂളുകളെ കോളേജുകളെ സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് നടന്നത് വിമുക്തിപരമായിട്ട് എല്ലാ കോളേജുകളും സ്കൂളുകളിലും വിമുക്തി ക്ലബ്ബുകൾ നിലവിലുള്ളതാണ്. നിരന്തരം സ്കൂളിലെ കുട്ടികളുമായിട്ട് സമ്പർക്കമുള്ളത് എക്സൈസ് വകുപ്പിലാണ് മറ്റു വകുപ്പുകളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അവരുടെ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കലോത്സവമാണ്, അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെയും ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ കാർഡ്, ഇതൊരു വെറും കാർഡല്ല, ഇത് കലയാണ് ലഹരി എന്നുള്ള ഒരു പുതിയ ലഹരി, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ള ലഹരിയുടെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കഴിക്കാനും സമയമുള്ളൂ, കഴിച്ചിട്ട് വേണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ. പക്ഷേ ഈ ചൂട് സമയത്ത് ഏറ്റവും സൂപ്പറാണ്. മറ്റേതെന്നുള്ള ഒരു സന്ദേശം കൂടി ഇവർ നൽകുകയാണ്. കലയാണ് എന്റെ ലഹരി. അതായത് ഇപ്പോഴത്തെ കൗമാര ആൾക്കാരെയൊക്കെ ലഹരി കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. അതിനെല്ലാം മാറ്റിക്കൊണ്ട് കലയെ ഒരു ലഹരിയായി കണ്ട് അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക, സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ സംഘടിപ്പിക്കുക. അങ്ങനെ എക്സൈസ് ഒരു തലമുറയ്ക്ക് നൽകുന്ന സന്ദേശമാണ് കലയാണ് എന്റെ ലഹരി എന്നുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും അഭിനന്ദനീയ അർഹമാണ് ഈ എക്സൈസിന്റെ അതുപോലെ വിമുക്തിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ.